നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് മാഡം. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ, സരിതയുടെ വക്കീലൊക്കെ ആയിരുന്ന ഫെനി ബാലകൃഷ്ണനാണ് ഈ ബോംബ് പൊട്ടിച്ചത്. പൾസസുനി ജാമ്യം തേടി തൻ്റെ അടുത്ത് വന്നിരുന്നുവെന്നും പിന്നീട് പൾസസുനി പറഞ്ഞുവിട്ട ആൾക്കാർ തൻ്റെ മുമ്പിൽ നിന്ന് ഒരു മാഡത്തെ വിളിച്ചുവെന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. ഫെനി ബാലകൃഷ്ണന്റെ വാക്കുകൾ പിന്നീട് വലിയ ചർച്ചയായി മാറി. ആ മാഡം ആരാണ്? അതായിരുന്നു എല്ലാവർക്കും ഉള്ള ചോദ്യം. പൾസസുനിയെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല എന്നാണ് കാവ്യ മാധവനും ദിലീപും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദിലീപ് പ്രത്യേകിച്ചും മൊഴി നൽകിയത് പൾസസുനിയെ തനിക്കറിയില്ല, മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു, അതിനുശേഷം തനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വിവരപ്രകാരം പൾസസുനി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 4.5 വർഷക്കാലം മാഡത്തിന്റെ ഡ്രൈവറായിരുന്നു എന്നാണ്. ആ മാഡം മറ്റാരുമല്ല, കാവ്യ മാധവൻ തന്നെയായിരുന്നു. വളരെ വ്യക്തമാണ്. പൾസസുനി കൊടുത്ത മൊഴി അയാൾക്ക് ഇനി മുന്നും പിന്നും നോക്കാനില്ലെന്നേ. അയാൾക്ക് ശിക്ഷ ഉറപ്പാണ് ഈ കേസിൽ. പക്ഷേ ഈ കേസിൽ ദിലീപ് ഊരിപ്പോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഊരാ കുടുക്കുമായി വിധി ദിലീപിന്റെ കൂടെ ഉണ്ടായിരുന്നു. പൾസസുനിയല്ല കൂടെ ഉണ്ടായിരുന്നത്, വിധിയാണ് ബാലചന്ദ്രകുമാറിനെ കൊണ്ട് ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകൾ നൽകിച്ചത്. ബാലചന്ദ്രകുമാർ ശക്തമായ തെളിവുകളാണ് ദിലീപിനെതിരെ നൽകിയത്. ഇതോടെ ഒരു കാര്യം വ്യക്തമായി, ദിലീപിന് ഈ സംഭവത്തിൽ അനിഷേധ്യമായ ബന്ധമുണ്ട്. മാത്രമല്ല, നടി ആക്രമിക്കപ്പെട്ട കേസിൽ പല അട്ടിമറികളും നടന്നു. കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന പല സാധനങ്ങളുടെയും ഹാഷ് വാല്യൂ ഒക്കെ മാറി. അതൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോൾ അന്തിമവാദം നടക്കുമ്പോൾ, ആ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് അതിജീവിത ആവശ്യപ്പെടുമ്പോൾ അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദിലീപിനെ അനുകൂലിക്കുന്ന ചില ഓൺലൈൻ ചാനലുകളുണ്ട്. അവർ പറയുന്നത് ഈ അന്തിമവാദം തുറന്ന കോടതിയിൽ കേൾക്കണമെന്ന് പറയുന്നത് തന്നെ നടിയുടെ തന്ത്രമാണ്. നടിക്കെന്തിന് തന്ത്രം? അവർ എന്താ പറയുക, ബംഗളൂരുവിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നു. അവരുടെ ഭർത്താവ് കന്നഡ സിനിമയിലെയും തെലുങ്ക് സിനിമയിലെയും വളരെ ശ്രദ്ധേയനായ നിർമ്മാതാവാണ്. അവർക്ക് ദിലീപിനെ കുടുക്കിയിട്ട് വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ അവർക്ക് മുറിവേറ്റൊരു മനസ്സുണ്ട്. അവർ കേരള സാഹിത്യ അക്കാദമിയുടെ മുറ്റത്ത് വളർന്ന് കളിച്ച കുട്ടിയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. അവർ കേരള സാഹിത്യ അക്കാദമിയുടെ മുറ്റത്ത് വളർന്ന് കളിച്ച കുട്ടിയാണ്. കലയുടെ ശ്രീകോവിലിൽ നിന്ന് സിനിമയിലേക്ക് വന്ന കുട്ടിയാണ്. പെരുവഴിയിൽ വെച്ച് അവരെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ, അവർ ക്രൂരമായ പീഡനത്തിന് വിധേയമാകുമ്പോൾ അവർ ലക്ഷ്യം കണ്ടിരുന്നു. തുറന്ന കോടതിയിൽ വാദം കേട്ടാൽ എന്താ തെറ്റ്? അവരത് ആവശ്യപ്പെടുന്നതിൽ എന്താ തെറ്റ്? ദിലീപിനെ നാറ്റിക്കാനാണെന്നാണ് ദിലീപിന്റെ ഫാൻസുകാർ പറയുന്നത്. ഇയാളെ നാളെ നിൽക്കുകയല്ലേ, പിന്നെ എന്തായാലും നാറ്റിക്കാൻ ഒരുതരുന്ന പറയുന്നുണ്ട്. അവൻ 312 മണിക്കൂർ ദിലീപിന് വേണ്ടി സംസാരിക്കുന്നു. അതുവരെ കുറച്ച് വെച്ചേക്കുന്നു. ഈ പട്ടിയൊക്കെ എന്ത് പറയും? അതൊക്കെ പട്ടിയുള്ള തള്ളേശനായതുകൊണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം. എന്നാൽ ഈ ദിലീപിന്റെ കൂടെ നിൽക്കുന്നവർ ദിലീപിന് വേണ്ടി സംസാരിക്കുന്നത് ഇത്ര മണിക്കൂറാണ് എന്ന് എഴുതി വെക്കുമ്പോൾ ഇവരെയൊക്കെ മനസ്സൊന്നും ആലോചിച്ചു. പണം കിട്ടാൻ വേണ്ടി കളിക്കുന്നു. പക്ഷെ ഈ മാഡം ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളായി തന്നെ പൾസസുനി കൊടുത്ത മൊഴിയിൽ വ്യക്തമാണ്. പൾസസുനി പറഞ്ഞിട്ടുണ്ട്, ഒരു മാഡത്തിന്റെ കൂടെ 4.5 വർഷക്കാലം താൻ ഡ്രൈവറായിരുന്നു. ആ മാഡം മറ്റാരുമല്ല, കാവ്യ മാധവൻ തന്നെയാണ്. അത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ പൊളിറ്റിക്സ് കേരള ഇങ്ങനെയൊക്കെയാണ്. ചില സംഭവങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്താൽ അതിൻ്റെ തുടർച്ച ഉണ്ടാകും. പലരും എൻ്റെ ചോദിച്ചു, നിങ്ങൾ ദിലീപ് കേസ് വിട്ടോ, നിങ്ങൾ അത് വിട്ടോ, ഇത് വിട്ടോ, നടി ആക്രമിക്കപ്പെട്ട കേസ് വിട്ടോ? ഒന്നും വിട്ടിട്ടില്ല പ്രേക്ഷകരെ. പറയേണ്ട സമയത്ത് പറയേണ്ട വാക്കുകളുമായി ഞങ്ങൾ വരും. പറയേണ്ട സമയത്ത് പറയേണ്ട വാക്കുകളുമായി വന്നില്ലെങ്കിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് എന്തർത്ഥം?